ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കാണിച്ചിരുന്നത് നമ്മുടെ പഴയ ഒരു ലാപ്ടോപ്പ്, അതിനകത്ത് ഹാർഡ് ഡിസ്ക് മാറ്റി അതിനകത്ത് SSD ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. SSD ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. അതായത് നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പൊക്കെ ഒരുപാട് പഴയതാണെങ്കിൽ, ഡെസ്ക്ടോപ്പ് ഒരുപാട് പഴയതാണ്, ഭയങ്കര സ്ലോ ആണ്, ഒരുപാട് ഹാങ് ആവുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഒരു പുതിയ ലാപ്ടോപ്പ് പോലെ അത്രയും പെർഫോമൻസോട് ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് SSD ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. നിലവിൽ കിടക്കുന്ന ഹാർഡ് ഡിസ്ക് ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. അത് കാലക്രമേണ അതിൻ്റെ സ്പീഡ് കുറയും. അതേസമയം നമുക്ക് SSD ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ സിസ്റ്റം നല്ല പെർഫോമൻസ് വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ഒരു ലാപ്ടോപ്പിനകത്ത് SSD ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിക്കാം. അതുപോലെ SSD ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനകത്ത് വിൻഡോസ് ചെയ്യാം. ഒന്നാമത് നിലവിൽ കിടക്കുന്ന വിൻഡോസ് ക്ലോൺ ചെയ്ത് SSDക്കകത്തോട്ട് മാറ്റാം. അല്ലാത്തുള്ളത് പുതുതായിട്ടൊരു ഫ്രഷ് വിൻഡോസ് SSDക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രഷായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ SSDയുടെ ഫുൾ പെർഫോമൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് കാണിക്കുന്നില്ല. നമുക്ക് SSD എങ്ങനെ ലാപ്ടോപ്പിനകത്ത് സെറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക, SSD എങ്ങനെ ലാപ്ടോപ്പിനകത്ത് സെറ്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ റാം എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിനകത്ത് വരുന്നുണ്ട്. ഈ വീഡിയോൻ്റെ സപ്പോർട്ട് കിട്ടുന്നതനുസരിച്ചായിരിക്കും ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറവ് റാമൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് റാം എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ കൂടി ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് SSD എങ്ങനെ കമ്പ്യൂട്ടറിനകത്ത് ഫിറ്റ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. ആണ് നമ്മൾ SSD ആഡ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഏസറിൻ്റെ ലാപ്ടോപ്പാണ്. കുറച്ച് പഴയ ലാപ്ടോപ്പാണ്. ഏസറിൻ്റെ V571G എന്ന് പറയുന്ന ഒരു മോഡൽ ലാപ്ടോപ്പാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് SSD ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ SSD ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഗ്രീൻ എന്ന് പറയുന്ന സാറ്റ SSD ആണ് ഉപയോഗിക്കുന്നത്. 240 GB ഈ ഒരു സാറ്റ SSD ആണ് നമ്മളിവിടെ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ SSD ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ CD ഡ്രൈവ് ഉണ്ട്. ഈ കാണുന്ന CD ഡ്രൈവ്. ഈ CD ഡ്രൈവ് നമ്മളിവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഈ CD ഡ്രൈവ് ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഉള്ള പഴയ ഹാർഡ് ഡിസ്കിനെ എടുത്തിട്ടിട്ട് നിലവിൽ ഹാർഡ് ഡിസ്ക് കിടക്കുന്ന സ്ഥലത്ത് ഈ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ SSD ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാഡി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഏകദേശം 200-240 രൂപ വില വരുന്ന ഈ ഒരു സാധനമാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് 3-4 സ്ക്രൂ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മുടെ കാഡി എന്ന് പറയുന്ന ഒരു ഈ സാധനം. ഇതാണ് കാഡി. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഉള്ള ഹാർഡ് ഡിസ്കിനെ എടുത്തിട്ടിട്ട് നിലവിൽ ഹാർഡ് ഡിസ്ക് കിടക്കുന്ന സ്ലോട്ടിൽ ഈ SSD ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ അഴിക്കുക. അത് ഓരോ ലാപ്ടോപ്പും ഓപ്പൺ ചെയ്യുന്നത് വിവിധ രീതിയിലായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും ആദ്യമേ തന്നെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുക, അതിനുശേഷം മാത്രം ബാക്കി വർക്കുകൾ ചെയ്യുക. അപ്പോൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന കാര്യം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, കാരണം ഓരോ ലാപ്പും ഓപ്പൺ ചെയ്യുന്ന വ്യത്യസ്ത രീതിയായിരിക്കും. അതൊന്ന് യൂട്യൂബ് നോക്കി റെഫർ ചെയ്ത ശേഷം ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഏസറാണ്. ഇതിനകത്താകുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് സ്ക്രൂകളുണ്ട്. ഇതിൽ സ്ക്രൂ എല്ലാം അഴിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ഒരു ലോക്ക് ഇത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാറ്ററി ഇത്തരത്തിൽ ഊരി എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി നമ്മൾ റിമൂവ്. ഇതാണ് നമ്മുടെ ഈ ഒരു ലാപ്പിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലാപ്പ് നിങ്ങളുടെ രീതിക്ക് തുറക്കുക, യൂട്യൂബ് നോക്കി റെഫർ ചെയ്തിട്ട് തുറക്കുക. ഇനി നമുക്ക് ലാപ്ടോപ്പ് തുറന്ന ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മളിവിടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. ഇതാണ് നമ്മുടെ CD ഡ്രൈവ്. നമ്മൾ ഈ CD ഡ്രൈവ് എടുത്ത് മാറ്റിയിട്ട് ഈ CD ഡ്രൈവ് ഇരുന്ന ആ സ്ലോട്ടിൽ നമ്മളിത് ഈ കാഡി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഹാർഡ് ഡിസ്ക് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കണക്ഷൻ കാണും. ഇതിൻ്റെ ഈ കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഫ്ലാഷ് ഓണായി കാണിച്ചു തരാം. ഈ ഒരു കണക്ഷൻ കണ്ടോ, ഇത് ഇവിടെ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ ഇവിടെ നിന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. ഈ ഹാർഡ് ഡിസ്ക് നമ്മൾ കാഡിയിൽ വെച്ചിട്ട് നമ്മളിവിടെ ഫിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ സ്ലോട്ടിൽ നമുക്ക് നമ്മുടെ പുതിയ SSD ഫിറ്റ് ചെയ്യണം.
നമുക്ക് പുതിയ SSD എടുത്തിട്ട് SSD ഇവിടെ ഒരു റിമൂവ് ചെയ്യാനുള്ളൊരു പ്ലാസ്റ്റിക് ഇതുണ്ടായിരിക്കും. റിമൂവ് ബിഫോർ ഇൻസ്റ്റാളിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഈ ഒരു സ്റ്റിക്കർ ഇവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അതിന് ശേഷം ഈ SSD നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ സാറ്റ സ്ലോട്ടുണ്ട്. ഈ സാറ്റ സ്ലോട്ട് നമുക്ക് ഇതിൽ ഈ ഒരു കേബിൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ജസ്റ്റ് ആ ഒരു പിന്നെ നോക്കിയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു SSD കറക്റ്റ് ഇവിടെ സീറ്റിംഗ് ആവുന്നുണ്ടോ നോക്കുക. കറക്റ്റ് അവിടെ സീറ്റിംഗ് ആവുന്നുണ്ട്. ഓക്കെ, അതവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മൾ SSD ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ CD ഡ്രൈവിൻ്റെ സ്ഥലത്ത് ക്യാഡി ഫിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് CD ഡ്രൈവ് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാറ്റ സ്ലോട്ടിൽ നിന്ന് അത് ഊരി വരും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ സാധനം ഇളക്കിയെടുക്കാനുണ്ട്. ഈ കാണുന്ന ഒരു മെറ്റൽ പീസ്, നമുക്കിത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട്. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ ഒരു സ്ക്രൂ ജസ്റ്റ് ഒന്ന് അഴിച്ച് എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇളക്കിയെടുത്ത മെറ്റൽ പീസ് ഈ ഒരു ക്യാഡിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഡിയിൽ ഇവിടെ പ്ലാസ്റ്റിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ഇളക്കാം. ഇതിൽ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണം. നമുക്ക് ആ ഒരു അഴിച്ചെടുത്ത മെറ്റൽ പീസ് ക്യാഡിയിൽ വെച്ച് സെറ്റ് ചെയ്യാം. ക്യാഡി എന്ന് തന്നെയാണോ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. CADDY എന്നാണ് ഇതിൻ്റെ ഒരു സ്പെല്ലിങ് വരുന്നത്. അത് തെറ്റാണെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തിരുത്താൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിത് ഇവിടെ വയ്ക്കുക. ഇത് ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, ആ ഒരു സ്ക്രൂ ഇവിടെ ഇട്ട് ഇത് ടൈറ്റ് ചെയ്യാം. ഓക്കെ, മതി, ഇത്രയും ടൈറ്റ് ആയാൽ മതി. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഹാർഡ് ഡിസ്ക് വയ്ക്കണം. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഇളക്കിയെടുത്ത, ലാപ്ടോപ്പിൽ നിന്ന് ഇളക്കിയെടുത്ത ഹാർഡ് ഡിസ്ക് ഇതാണ്. അതിൻ്റെ സാറ്റാ പോർട്ട്. ഇവിടെയും സാറ്റാ പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സാറ്റാ പോർട്ടിൻ്റെ നേരെ വരുന്ന രീതിക്ക് പിടിച്ച ശേഷം അത് പയ്യെ അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. അത് ലോക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഹാർഡ് ഡിസ്ക് ഈ ഒരു ക്യാഡി നമുക്ക് ഇതിനകത്ത് വെക്കണം. ഇവിടെ നമ്മൾ CD ഡ്രൈവ് ഇരുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് ഇത് വയ്ക്കാം. ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയിക്കോളും. അപ്പോൾ അത് ഉറപ്പിച്ച് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ CD ഡ്രൈവിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഈ ഒരു പോർഷൻ, ആ സ്വിച്ചും മറ്റേ ഇതൊക്കെ വരുന്ന ആ ഒരു പോർഷൻ, അത് നമ്മൾ CD ഡ്രൈവിൽ നിന്ന് ഇളക്കിയെടുക്കണം. അത് CD ഡ്രൈവ് ഇളക്കിയെടുക്കാൻ വേറെ റിസ്ക് ഒന്നുമില്ല. CD ഡ്രൈവിൻ്റെ ഇവിടെ 4 സ്ക്രൂ ഉണ്ടായിരിക്കും. സ്ക്രൂ ഇളക്കിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഇളവി വരും. വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി, ഇപ്പോഴാണ് ഓർത്തത്. ഓക്കെ, നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടും. ഇവിടെ ക്യാഡിയുടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് പുഷ് ചെയ്തൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അവിടെ ലോക്ക് അങ്ങ് വീണോളും. ആ ലോക്കിലോട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ക്യാഡിയിൽ ആ ഒരു പോർഷൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ CD ഡ്രൈവ് ഇളക്കി എടുത്തായിട്ട് നമുക്ക് അറിയുകയില്ല. നമ്മൾ ഇനി ഈ ഹാർഡ് ഡിസ്ക് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യണം. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കിവിടെ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട്. ഹാർഡ് ഡിസ്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം ക്യാഡിക്കകത്ത് ഗ്യാപ്പ് കാണുന്നുണ്ട്. ഗ്യാപ്പ് ഒരിക്കലും അവിടെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഫോം എന്തെങ്കിലും മടക്കി അവിടെ വെക്കുക. ക്യാഡി ആ ഒരു സൈസ് സ്യൂട്ട് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അവിടെ വയ്ക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് ജസ്റ്റ് ഷേക്ക് ആകുമ്പോഴോ മറ്റോ ഒക്കെ ഈ ഒരു ഹാർഡ് ഡിസ്ക് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇളകിപ്പോയി കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പേപ്പർ മടക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് സേഫായിട്ട് ഇരുന്നോളും. കുറച്ചുകൂടി പേപ്പർ മടക്കി ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ടൈറ്റായിട്ട് ഇരുന്നോളും. റിസ്ക് എടുക്കണ്ട. അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വെക്കുന്നതാണ് അതിൻ്റെ ഒരു സേഫ്റ്റി. ഇത് പേപ്പറല്ല മടക്കി വയ്ക്കാനായിട്ടുള്ളത്. നമ്മൾ ഈ ചെറിയ എന്തെങ്കിലും സ്പോഞ്ച് പോലെ എന്തെങ്കിലും സംഭവം അവിടെ വയ്ക്കുക. ഓക്കെ, അതവിടെ വൃത്തിയായിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ പേടിക്കണ്ട. ലാപ്ടോപ്പ് ഒന്ന് അനങ്ങി എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് ഇളകി പോവാതെ ഇരുന്നോളും. നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇത് സാറ്റിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണോളും.
അവിടെ ആ സ്ക്രൂ ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മെറ്റൽ പീസ് നമ്മൾ ഫിറ്റ് ചെയ്തില്ല, അതും ലാപ്ടോപ്പിൻ്റെ ചേസുമായിട്ടുള്ള സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത്, ഇതിനകത്ത് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിനകത്താണ് ഉള്ളത്, ഈ OS നമ്മൾ ഇതിനകത്തോട്ട് കോപ്പി ചെയ്യണം. അതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്കും SSDയും ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് തുറന്നത്, ആ ഒരു മെത്തേഡ് തന്നെ അത് തിരിച്ച് വയ്ക്കാവുന്നതാണ്. അത് ഞാൻ ഇവിടെ ജസ്റ്റ് കാണിക്കുന്നില്ല, കാരണം ഓരോ ലാപ്ടോപ്പിൻ്റെയും ആ ഒരു പോർഷൻ മാത്രം വ്യത്യാസമായിരിക്കും തുറക്കുന്നതും അടയ്ക്കുന്നതും. നമുക്ക് ലാപ്ടോപ്പ് അടച്ച് സിസ്റ്റം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വേറൊരു കാര്യം പറയുന്നു, ലാപ്ടോപ്പിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഓവർ ടൈറ്റ് ചെയ്ത് കളയരുത്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആവുക മാത്രമേ. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് പൊട്ടാൻ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ആ ഒരു ബോഡി അതിലത് പൊട്ടൽ വീഴാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കോർണറുകളിലൊക്കെ അല്ലെങ്കിൽ എഡ്ജുകളിലൊക്കെ വരുന്ന സമയത്ത് ഒരു കാരണവശാലും ഓവർ ടൈറ്റ് ചെയ്ത് കളയരുത്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയി ഇരിക്കുക മാത്രമേ വേണ്ടൂ. വിരൽ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അത്ര മതി. ഓവർ ടൈറ്റ് യാതൊരു കാരണവശാലും ചെയ്യരുത്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഇങ്ങനെയാണ് SSD നമ്മുടെ ലാപ്ടോപ്പിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയാവും. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് അത് നോക്കി വിൻഡോസ് പുതിയതായിട്ട് ഫ്രഷായി ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായ പെർഫോമൻസ് കിട്ടില്ല. അപ്പോൾ ഒരു പുതിയ വിൻഡോസ് ഫ്രഷായിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നിങ്ങളുടെ ബാക്കി ഫയൽസ് എല്ലാം നിങ്ങളുടെ ഹാർഡ് ഡിസ്കിനകത്ത് കിടപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് അതൊന്നും നഷ്ടപ്പെടുത്തില്ല. ഫ്രഷ് ഇൻസ്റ്റലേഷൻ SSD അത് ചെയ്യുക. ഇങ്ങനെ ലാപ്ടോപ്പ് ഒരു പുതിയ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാം.